Good morning. Okay, 2-3 ദിവസമൊക്കെ അവധിയായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഒത്തിരി പേരായി, 11 പേരായിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നോക്കണം കേട്ടോ. ഇനിയിപ്പോ അടുത്ത ആഴ്ചയും കൂടിയാണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ച കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ കഴിയും. ഞാൻ എടുത്തത് നിങ്ങളൊന്ന് നോക്കിയേ കേട്ടോ, ഏതൊക്കെയാണെന്നുള്ളതൊന്ന്. ഫസ്റ്റ് തേർഡ് മോഡ്യൂളിൽ നമ്മൾ ആദ്യം എടുത്തത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ, രണ്ടാമത് മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഓഡിറ്റ്. 5 ചാപ്റ്റർ തേർഡ് മോഡ്യൂളില് ഞാൻ എടുത്ത പോർഷൻസ് ആട്ടോ ഞാൻ പറയുന്നത്. കറക്റ്റ് അല്ലേ നോക്കിയേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ, മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഓഡിറ്റ്. ദെൻ ഫോർത്ത് മോഡ്യൂളില് നമ്മൾ എടുത്തത് ലോണ്ടറി ആൻഡ് ലിനൻ, ഹൗസ് കീപ്പിംഗ് സർവീസസ്, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുത്തത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അങ്ങനെ 4 ചാപ്റ്റർ, 7 ചാപ്റ്റർ ആണ് തേർഡ് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ എടുത്തത്. 7 ചാപ്റ്റർ നിങ്ങൾ നോക്കിയായിരുന്നോ? ഇപ്പൊ ഞാൻ എടുക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആണ് കമ്പ്യൂട്ടർ. ദെൻ സോളി മിസ് ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് എടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ? മെഡിക്കൽ എക്യുപ്മെന്റ്. പിന്നെ വന്ദന മാം HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ചാപ്റ്റർ കൂടിയല്ലേ നിങ്ങൾക്ക് തീരാനുള്ളൂ? ബാക്കി എല്ലാ ചാപ്റ്ററും കവർ ചെയ്തില്ലേ? ഓക്കെ അല്ലേ? സ്ഥിരം കയറുന്നവരോടാട്ടോ ഞാൻ ചോദിക്കണേ. ശരണ്യ, ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് 3 ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററിലാണ് എല്ലാവരും എത്തി നിൽക്കുന്നത്. അടുത്ത ആഴ്ചയും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുന്നത്. അതിന്റെ ഇൻഫർമേഷൻ ഇവിടുന്ന് തരും കേട്ടോ. ഇൻഫർമേഷൻ ഇവിടുന്ന് നിങ്ങൾക്ക് തരും. അപ്പൊ ഇന്ന് നമുക്ക് ആ കമ്പ്യൂട്ടറിന്റെ ബാക്കി നോക്കാം. പിന്നെ നാളെ ക്ലാസ്സിന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക്? ഇല്ല അല്ലെ? ഒന്ന് നോക്കണം കേട്ടോ. ചിലപ്പോ നാളെ ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അത് ഒന്ന് നോക്കിയേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ നാളെയും കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചേരെ. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇൻഫർമേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഇവിടെ സംസാരിക്കണ്ടായിരുന്നു. ചിലപ്പോ നാളെ ക്ലാസ് ഉണ്ടാവണ കാര്യം പറയണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് പറഞ്ഞു വെച്ചോന്നുള്ളൂ. നിങ്ങളൊന്ന് നോക്കിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ക്ലാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ കയറും. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഇന്നിപ്പോ എടുത്തിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതും, പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തതും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് നമുക്ക് ക്ലാസ് വേണ്ടി വരുള്ളൂ. ട്യൂസ്ഡേ അല്ലേ നമ്മളുടെ നല്ലത്. എങ്ങനെയാന്ന് നോക്കുക. നിങ്ങളൊന്ന് നോക്കിയാല് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കോ കേട്ടോ. ഓക്കെ, നമ്മളപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്റർനെറ്റ് ആണ്. അപ്പൊ അതിനകത്ത് 3 നമ്മൾ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് വേർഡ് പറഞ്ഞു, എക്സൽ പറഞ്ഞു, പവർ പോയിന്റ് പറഞ്ഞു. അത് 3 നോക്കി വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയർ ആ മൈക്രോസോഫ്റ്റിന്റെ? വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അല്ലെ? വേർഡ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അല്ലെ? പവർ പോയിന്റ് എന്താ? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ സ്ട്രോങ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. സ്പ്രെഡ്ഷീറ്റ് അതായത് ഓരോ ഷീറ്റ് ആയിട്ട് അല്ലെ? ഷീറ്റുകൾ, ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നൊക്കെ പറഞ്ഞ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. അങ്ങനെ 3 വേർഡ്, എക്സൽ, പവർ പോയിന്റ്. ഇനി അത് കഴിഞ്ഞ് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് നമുക്ക് അറിയാം അല്ലെ? ഇന്റർനെറ്റ് അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? നെറ്റ് ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ? നിശ്ചിത സമയം പോലെ നെറ്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല അല്ലെ? അതായത് ഇന്റർനെറ്റിന്റെ നെറ്റിന്റെ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകളുടെ ആ മാർഗത്തെ തന്നെ ഇന്റർനെറ്റ് മാറ്റിമറിച്ചു. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ദ ഇന്റർനെറ്റ് ഹാസ് revolutionized the people's way to connect and interact
globally. ആഗോളതലത്തില് ഈ കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആളുകളുടെ ആ മാർഗത്തെ ഇന്റർനെറ്റ് എന്ത് ചെയ്തു? അടിയോടെ മാറ്റിമറിച്ചു. ഇന്റർനെറ്റിന്റെ വരവോടുകൂടി. It has opened up the multitude of meeting places for the quick and convenient communication. അല്ലെ, നമുക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് ഒരു വേഗതയേറിയതും സൗകര്യപ്രദമായിട്ടുള്ള ഒരു കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൗകര്യപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇന്റർനെറ്റ് തുറന്നു തരുന്നു. ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് നമുക്ക് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമാണ്. ക്വിക്ക് ആൻഡ് കൺവീനിയന്റ് കമ്മ്യൂണിക്കേഷൻ, ഒരു വേഗതയേറിയതും സൗകര്യപ്രദമായിട്ടുള്ള ഒരു ആശയവിനിമയം ഇന്റർനെറ്റ് നമുക്ക് തുറന്നു തരുന്നു. അതിനകത്ത് നമുക്ക് ഇന്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റത്തെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാസ്റ്റ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇമെയിലിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ. എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ? മെയിൽ ഐ ഡി ഒക്കെ ഇല്ലേ? അല്ലെ, മെയിൽ ഐ ഡി ഓരോരുത്തർക്കും അവരുടേതായ മെയിൽ ഐ ഡി ഉണ്ട്. അപ്പൊ നമുക്ക് മെസ്സേജസ് ആ മെയിലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെയിലിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മെയിൽ വഴി അല്ലെ, മെയിൽ ഐ ഡി ഉണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. ഇതാണ് ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. It permits users to send and receive messages. ഇതെന്ത് ചെയ്യുന്നു? പെർമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. It permits users to send and receive messages. മെസ്സേജസ് അയക്കാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും മെസ്സേജ് നമുക്ക് സ്വീകരിക്കാനും ഒക്കെ ഈ ഇമെയിൽ അനുവദിക്കുന്നു. പിന്നെ അതുപോലെ നോക്കിയ ഡോക്യുമെന്റ്സുകൾ കൈമാറാൻ ആൻഡ് മൾട്ടിമീഡിയ കണ്ടന്റ് റാപ്പിഡ്ലി ആൻഡ് സെക്യൂർലി. എങ്ങനെയാ? റാപ്പിഡ്, വേഗത്തിലും സുരക്ഷിതമായിട്ടും മെസ്സേജുകള് നമുക്ക് അയക്കാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും. ഡോക്യുമെന്റ്സുകൾ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മൾട്ടിമീഡിയ കണ്ടന്റ് അല്ലെ, അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് വേഗത്തിലും അതുപോലെ സുരക്ഷിതമായും നമുക്ക് ഈ മെയിലിലൂടെ എന്ത് ചെയ്യുന്നു? കൈമാറാൻ പറ്റുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിലിൽ കൂടെ സാധ്യമാക്കുന്നു. Email provides a flexible and asynchronous mode of communication. Flexible എന്ന് പറഞ്ഞാൽ വഴക്കമുള്ള, ഫ്ലെക്സിബിൾ ആണത്. ഒത്തിരി കട്ടിയായിട്ടുള്ളതോ ഒന്നുമല്ല. ഒരു എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് അസിൻക്രോണസ് എന്ന് പറഞ്ഞാൽ സമയബന്ധിതമല്ലാത്ത, എപ്പോ വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഇത്ര ടൈം ഒന്നുമില്ല അല്ലെ? 24 hours നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല. അതാണ് സമയബന്ധിതമല്ലാത്ത അസിൻക്രോണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഇമെയിൽ വഴി നമുക്ക് ഇന്റർനെറ്റ് വഴി, അതായത് ഇമെയിലിൽ കൂടെ സാധ്യമാക്കുന്നു. Permitting individual and business to communicate effectively across different time zones. പല ടൈം സോണുകളിലുടനീളം നമുക്ക് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വ്യക്തികൾക്കും അത് ബിസിനസ് പരമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇമെയിലിൽ കൂടെ സാധ്യമാക്കുന്നു. രണ്ട് സെന്റൻസ് അതിൽ നോട്ട് ചെയ്തിടുക കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഏത്? ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി ഇമെയിൽ എന്താ അനുവദിക്കുന്നത്? മെസ്സേജുകള് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും, ഡോക്യുമെന്റ്സുകള്, മൾട്ടിമീഡിയ കണ്ടന്റ്, ഇതൊക്കെ നമ്മൾ വേഗത്തിലും അതുപോലെ സുരക്ഷിതമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഇമെയിലിൽ കൂടെ സാധ്യമാക്കുന്നു. രണ്ട് സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിടാം. മൂന്നാമത്തെയും കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടെ വേണമെങ്കിൽ. ഇമെയിൽ പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ ആൻഡ് അസിൻക്രോണസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത്ര മതി. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വഴക്കമുള്ളതും സമയബന്ധിതമല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷനും ഇത് ഇമെയിലിൽ കൂടെ സാധ്യമാകുന്നു. ഇനി അടുത്തതാണ് വോയിസ് ആൻഡ് വീഡിയോ കോൾസ്. ചെയ്യാറില്ല നിങ്ങള്?
വീഡിയോ കോളുകൾ ചെയ്യാറില്ലേ? വോയിസ് കോളുകൾ ചെയ്യാറില്ലേ? നെറ്റ് വഴി അല്ലെ? വാട്സപ്പ് കോളുകള്, വീഡിയോ കോളുകൾ ചെയ്യാറുണ്ട് അല്ലെ? ഓക്കെ. ഇന്റർനെറ്റ് ബേസ്ഡ് വീഡിയോ വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് ലൈക്ക്, അതിന്റെ പല രീതിയായിട്ടാ പറഞ്ഞേക്കണേ. നമുക്ക് വീഡിയോ കോളുകൾ, വോയിസ് കോളുകൾ വിളിക്കാനുള്ള പല വീഡിയോ കോളിംഗ് സർവീസസ് ആണ് പറഞ്ഞേക്കണേ. സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൈപ്പ് നമ്മള് ഗ്രൂപ്പായിട്ടൊക്കെ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് വിളിക്കില്ലേ? ഇപ്പൊ ഞാനും അഞ്ജു മാത്രല്ല, ഇപ്പൊ ഞാനും അഞ്ജു ഞങ്ങളുടെ ആ കോളിന്റെ ഇടയ്ക്കല് വേണമെങ്കിൽ നമുക്ക് ഡിംസീനെ ആഡ് ചെയ്യാം, ശരണ്യനെ ആഡ് ചെയ്യാം, ഡോണേനെ ആഡ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് എന്താ പറയാ വീഡിയോ കോളുകൾ കണക്ട് ചെയ്ത് വിളിക്കാറില്ലേ? കോൺഫറൻസ് കോളുകൾ അല്ലെ? അതായത് രണ്ടുപേർ തമ്മിലോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ വീഡിയോ ചാറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് ആണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്കൈപ്പ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വീഡിയോ കോളിംഗ് സർവീസസ് പല ഇതായിട്ടാ പറയേണ്ടത്. സ്കൈപ്പ് ആ സർവീസ് വഴിയും, മൈക്രോസോഫ്റ്റിന്റെ ഒരു സർവീസ് ആണ് സ്കൈപ്പ് എന്ന് പറയുന്നത്. അത് വഴിയും നമുക്ക് ഇങ്ങനെ വീഡിയോ കോളുകള്, കോൺഫറൻസുകള് ഇതൊക്കെ ചെയ്യാം. പിന്നെ സൂം മീറ്റിംഗ് ചെയ്യാറില്ലേ? സൂമില് അല്ലെ? സൂം എന്ന് പറഞ്ഞ ആപ്പില് അതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ സൂം മീറ്റിങ്ങുകൾ ചെയ്യാം അല്ലേ? സൂം മീറ്റിംഗ് വെക്കാറില്ലേ? പിന്നെ മൈക്രോസോഫ്റ്റ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ ഈ വീഡിയോ കോൺഫറൻസുകൾ ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ, മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്നത്. വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ് അത്, മൈക്രോസോഫ്റ്റ് ടീം. Then make the individual and business able to have a real-time audio and video conversation. പലത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, ഇൻഡിവിജ്വൽ വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ കോൺഫറൻസുകളൊക്കെ നമുക്ക് ഈ യഥാർത്ഥത്തില് റിയൽ ടൈം ആയിട്ട് രണ്ടും പറ്റും അല്ലെ? ഓഡിയോ വീഡിയോ കോൺവെർസേഷൻ, സംഭാഷണങ്ങള് നമുക്ക് ഈ ആപ്പിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ നമുക്ക് വീഡിയോ കോളിംഗ് സർവീസ് ആണ്. നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നെറ്റ് വഴി നമുക്ക് വീഡിയോ കോളിംഗ്, വോയിസ് വീഡിയോ കോളിംഗിന്റെ പല സർവീസ് ആണ് സ്കൈപ്പ്, സൂം, മൈക്രോസോഫ്റ്റ് ടീം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയുള്ള സർവീസുകളും നമുക്ക് നെറ്റിൽ കൂടെ പറ്റും. ഇന്റർനെറ്റ് ബേസ്ഡ് വീഡിയോ വോയിസ് ആൻഡ് വീഡിയോ കോളിംഗ് സർവീസസ് അത് തരുന്നതാണ്. സ്കൈപ്പ് വഴി ചെയ്യാൻ പറ്റും, സൂം വഴി, മൈക്രോസോഫ്റ്റ് ടീം വഴി ഇതൊക്കെ ചെയ്യാം. അത് ഇൻഡിവിജ്വൽ വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ ബിസിനസിന്റെ ഇടയിൽ, അതായത് കോൺഫറൻസുകൾ, അതിലൊക്കെ റിയൽ ടൈം ഓഡിയോ വീഡിയോ കോൺവെർസേഷൻസ്, സംഭാഷണങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൂടെ നടത്താൻ പറ്റും. ഇനി അടുത്തതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഏതൊക്കെയാ? നിങ്ങൾ ഉണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുമല്ലോ അല്ലെ? ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഇല്ലാത്തവരുണ്ടോ? എല്ലാവർക്കും ഇല്ലേ ഫേസ്ബുക്ക് അക്കൗണ്ട്? ഫേസ്ബുക്കിൽ ഓരോന്നൊക്കെ നിങ്ങൾ ഇടാറില്ലേ? ഷെയർ ചെയ്തിടാറില്ലേ? അതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സച്ചാസ് ഏതൊക്കെയാ? ഫേസ്ബുക്ക്, ട്വിറ്ററിനെ ഇട്ടിട്ടുണ്ടോ? ട്വിറ്റർ ഇന്റർനെറ്റ് നെറ്റ് വഴി തന്നെ നമുക്ക് ചെറിയ മെസ്സേജുകളൊക്കെ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ട്വിറ്റർ. ഇൻസ്റ്റഗ്രാമിലില്ലേ? ഇൻസ്റ്റഗ്രാം ഒക്കെ നിങ്ങൾ ഇതിനകത്ത് ഉണ്ടോ? നമ്മുടെ സ്മാർട്ട് റേഡിയോ ഒക്കെ ഒത്തിരി പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഓരോ കോൺവെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ കാണാറില്ലേ? ഞങ്ങളുടെ ഡാൻസ് ഒക്കെ കാണാറില്ലേ നിങ്ങള്? ഇല്ലേ? ഓക്കെ. പിന്നെ എന്താ? അങ്ങനെ അടുത്താണ് ഒരു ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്, ഇൻസ്റ്റഗ്രാം. പിന്നെ അടുത്തതാണ് ലിങ്ക്ഡൻ. ലിങ്ക്ഡൻ കേട്ടിട്ടുണ്ടോ? നമുക്ക് ജോലിയൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് കേട്ടോ അത്, ലിങ്ക്ഡൻ എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും വേക്കൻസികള്, ജോലിയുടെ ഓഫറുകൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ലിങ്ക്ഡൻ എന്ന് പറഞ്ഞ ആപ്പില് അത് കയറി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടും.
അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ലിങ്ക്ഡ്ഇൻ എന്ന് പറയുന്നത്. Has changed the way people communicate and share information online. അല്ലെ, ഇപ്പൊ ഇതിൽ കൂടെയൊക്കെ മെസ്സേജുകൾ കൈമാറാൻ തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് എന്താണ് ഓൺലൈനായിട്ട് അല്ലെ നെറ്റ് വഴി നമുക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമ്മൾ അതായത് ഈ ഫേസ്ബുക്ക് വഴി, ട്വിറ്റർ വഴി, ഇൻസ്റ്റഗ്രാം വഴി, ലിങ്ക്ഡ്ഇൻ ഇതൊക്കെ ആളുകളുടെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാന്നുള്ളത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, അത് 4 എണ്ണമാണ് അവിടെ കൊടുത്തേക്കണം. അതൊന്ന് നോട്ട് ചെയ്തേക്ക്. അപ്പൊ ഇതൊക്കെ നമ്മള് നെറ്റിൽ കൂടെ നമ്മൾ ഇതിൽ കൂടെയൊക്കെ ഓരോ കാര്യങ്ങളും മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആളുകളുടെ പണ്ടത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയല്ലല്ലോ. പണ്ട് നമ്മളൊന്നില് ഫോൺ വിളിക്കുമ്പോ അല്ലെങ്കിൽ കത്ത് എഴുതും. ഇപ്പൊ കത്തൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല അല്ലെ. പോസ്റ്റ് ഓഫീസിലൊന്നും ഇപ്പൊ നമ്മൾ മറ്റേത് നമുക്ക് ലെറ്റർ എഴുതായിരുന്നു, അഡ്രസ്സ് വെച്ചിട്ട് ലെറ്റർ എഴുതി അങ്ങനെയാണ് മെസ്സേജ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരെ ലൈവായിട്ട് നമുക്ക് ഈ നെറ്റൊക്കെ വന്നതോടുകൂടി അല്ലെ എല്ലാ കാര്യങ്ങളും അപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്തിടാം. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഒക്കെ നമുക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും. This platform offer a vast reach of communication tool. അല്ലെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ടൂള് ഓഫർ ചെയ്യാണ് ഈ പ്ലാറ്റ്ഫോം. These platform offer a vast reach of communication tools which includes ഏതൊക്കെയാ അതിനകത്ത് വരുന്നത്? സ്റ്റാറ്റസ് അപ്ഡേറ്റ്, കമന്റ്സ് such as direct messaging, വീഡിയോ ഷെയറിംഗ്, ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ഈ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ഒക്കെ ഇടാറില്ലേ നിങ്ങള്? സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറില്ലേ? കമന്റുകള് ഓരോന്നൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ കമന്റ്സ് ഇടാറില്ലേ? കമന്റ്സ്, ഡയറക്റ്റ് മെസ്സേജിങ്, വീഡിയോ ഷെയറിംഗ്, ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളാട്ടോ. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ടൂൾസ് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ലേ അല്ലെ. നമ്മുടെ എന്തെങ്കിലും വെഡിങ്, മാരേജിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും നമ്മൾ വേഗം തന്നെ നമ്മുടെ സ്റ്റാറ്റസ് അങ്ങ് ഇട്ടേക്കും. അപ്പൊ ഇഷ്ടംപോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ നമുക്കത് കാണാനൊക്കെ പറ്റും അല്ലെ. സ്റ്റാറ്റസ് ഇടും, പിന്നെ കമന്റ്സുകള്, ഡയറക്റ്റ് മെസ്സേജ്, വീഡിയോ ഷെയറിംഗ് ഒക്കെ. Social media make individual and business able to connect, collaborate and engage with a broader audience. Social media make the individual and business ഇൻഡിവിജ്വലിനെ ബിസിനസിനെ ഒക്കെ കണക്ട് ചെയ്യാനും പരസ്പരം ബന്ധിപ്പിക്കാനും സഹകരിക്കാൻ, കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കാനും അവരുമായിട്ട് എൻഗേജ് ഇടപെടാനും ആ ബ്രോഡർ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും എൻഗേജ് ചെയ്യാന്ന് വെച്ചാൽ ഇടപെടാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഫസ്റ്റ് സെന്റൻസ് കേട്ടോ, അതും രണ്ടാമത്തെ നോക്കി വെച്ചോ കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. This platform offer a vast reach of communicating tool. It include ഏതൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ടൂൾ ആണ്? സ്റ്റാറ്റസ് അപ്ഡേറ്റ്, കമന്റ്സ്, ഡയറക്റ്റ് മെസ്സേജ്, വീഡിയോ ഷെയറിംഗ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അടുത്തതാണ് ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഫയൽ ഷെയറിംഗ് ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ചെയ്യാറില്ലേ ഗൂഗിള് അല്ലെ? എന്തെങ്കിലും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി അല്ലെ. ഗൂഗിൾ ഡ്രൈവ്, അതൊക്കെ നമുക്ക് ഫയലുകളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അത്. ഇന്റർനെറ്റ് ബേസ്ഡ് ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ലൈക്ക് ഏതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടേ? ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് and OneDrive make users able to share and collaborate on documents, images and other files. Like ഇതെല്ലാം ഗൂഗിൾ ഡ്രൈവ് വഴി, ഡ്രോപ്പ് ബോക്സ്, ഈ ഫയലുകൾ തന്നെ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ, ഡിജിറ്റൽ ഫയലുകൾ ഓൺലൈൻ ആയിട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ഇത് തന്നെയാണ് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് പ്രത്യേകിച്ച് പറയണ്ട. നമ്മുടെ ഫോണിലില്ലേ ഇതെല്ലാനും.
അല്ലെ? OneDrive, ഫയൽസ്, ഫോട്ടോസ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം OneDrive. ഇതെല്ലാം എന്താ സാധ്യം? യൂസേഴ്സിനെ നമുക്ക് ഷെയർ ചെയ്യാനും, കൊളാബറേറ്റ് ഓൺ ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡോക്യുമെന്റ്സുകൾ ഷെയർ ചെയ്യാനും, അത് കൊളാബറേറ്റ് ചെയ്യാൻ, കൂട്ടിയോജിപ്പിക്കാൻ, സഹകരിക്കാൻ, അത് കൂട്ടിയോജിപ്പിക്കാനും, ഇമേജസ് ആൻഡ് അതർ ഫയൽസ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനും ഒക്കെ ഇതിൽ കൂടെ സാധ്യമാകുന്നു. ഏതൊക്കെയാണത്? ഫയൽ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാ? ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, OneDrive. അത് മൂന്നും അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അതിന്റെ ഒപ്പം തന്നെയാണ് പറയുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് സർവീസ്. ഓക്കെ, cloud storage services provide a convenient and secure way to store and access file from anywhere. കണ്ടോ, എവിടെ നിന്നാണെങ്കിലും ഫയല് സ്വീകരിക്കാനും സ്റ്റോർ ചെയ്യാനുമുള്ള ഒരു സൗകര്യപ്രദവും സെക്യൂർ, സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫോസ്റ്ററിംഗ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേഷൻ തടസ്സമില്ലാത്ത, അതാണ് ഫോസ്റ്ററിംഗ് എന്ന് പറയുന്നത്. തടസ്സമില്ലാത്ത, ഫോസ്റ്ററിംഗ് സീംലെസ് സൗകര്യപ്രദമായിട്ടുള്ള തടസ്സമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ ആനും കൊളാബറേഷനും ഒക്കെ നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് തരും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്? ഇതുണ്ടല്ലോ, ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഫോണിലേക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫയലുകളില്ലേ, ഫയലുകൾ ഷെയർ ചെയ്യാനും സേവ് ചെയ്ത് വെക്കാനും പറ്റും. ക്ലൗഡ് സ്റ്റോറേജില് ഫയലുകള് സേവ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്ന ഫയലുകളില്ലേ, നമ്മൾ അതിലെ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് എന്ന് പറയുന്നത്. അവിടെ എന്താ, നമ്മുടെ ഫയലുകള് നമുക്ക് സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇങ്ങനെ ഈ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫയലുകളില്ലേ, ആ ഫയലുകൾ നമ്മുടെ ഫോണിലായിരിക്കില്ല സ്റ്റോർ ചെയ്യുന്നത്, അത് സെർവറുകളിലായിരിക്കും. ഫോണില് നേരിട്ടല്ല, അത് സെർവറുകളിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് ക്ലൗഡിലായിരിക്കും. എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഫോണിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ അല്ലെ, അല്ലെങ്കിൽ നമ്മള് ഫോർമാറ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫോണിലെ പുതിയ ഇതൊക്കെ ചെയ്യൂലേ, റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫയല് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ്, നമ്മുടെ ഫയലുകള് നഷ്ടപ്പെട്ടു പോകില്ല. നമുക്ക് വീണ്ടും നമുക്ക് മെയിൽ ID ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലായിട്ട് നമുക്ക് അത് മെയിൽ ID അടിച്ചു കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലൗഡില് നമുക്ക് ആ ഫയലുകൾ എന്തായിട്ടിരിക്കും, അത് സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് നേരെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫോണിലല്ലാതെ പ്രത്യേകം സെർവറുകളിലാണ് ഫയല് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ക്ലൗഡിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫോണ് റീസെറ്റ് ചെയ്യോ, ഫോണൊക്കെ നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ഫയല് പോകില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അത് സുരക്ഷിതമായിട്ട് അവിടെ തന്നെ ഇരിക്കും. നമുക്ക് വീണ്ടും മെയിൽ ഐഡിയും പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലുകൾ നമുക്ക് അത് വീണ്ടെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫോണിലല്ലാതെ ഫയലുകൾ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. സെർവറുകളിലാണ് ഫയലുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോൺ നഷ്ടപ്പെട്ടാലോ എന്തെങ്കിലുമൊക്കെ ഫോണിന് എന്തെങ്കിലും റീസെറ്റ് ചെയ്യുമ്പോഴൊന്നും നമ്മുടെ ആ ഫയല് നഷ്ടപ്പെട്ടു പോകില്ല. വീണ്ടും നമുക്ക് മെയിൽ ID ഒക്കെ കൊടുത്തിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ കേട്ടോ. ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് പ്രൊവൈഡ് എ കൺവീനിയന്റ്, സൗകര്യപ്രദമായിട്ടുള്ള ആൻഡ് സെക്യൂർ വേ, സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം. എന്തിന്? ടു സ്റ്റോർ ആൻഡ് ആക്സസ് ഫയൽസ് ഫ്രം എനിവെയർ, എവിടെ നിന്നാണെങ്കിലും ഫയല് സ്റ്റോർ ചെയ്യാൻ സ്വീകരിക്കാനായിട്ട് ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സെക്യൂർ, സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം ഇത് ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫോണിലല്ലാതെ നമ്മളുടെ സെർവറുകളിലാണ്, അല്ലെങ്കിൽ ക്ലൗഡ്സിലാണ് ഫയല് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. That service provide a convenient and a secure way to store
ഉണ്ടോ? സ്റ്റോർ ആൻഡ് അക്സസ് ഫയൽ ഫ്രം എനിവെയർ, ഫോസ്റ്ററിങ് സീംലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. തടസ്സമില്ലാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ ഈ ക്ലൗഡ് സ്റ്റോറേജ് സർവീസസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ സെന്റൻസ്. ഓക്കെ, ഇനി അടുത്തതാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർ എന്ന് പറഞ്ഞാൽ എന്താ? വെബിനാറും സെമിനാറും തമ്മിലുള്ള വ്യത്യാസം. സെമിനാറും വെബിനാറും തമ്മിലുള്ള വ്യത്യാസം എന്താ? സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ ഒരു ഇതുപോലെ നമ്മൾ എന്തെങ്കിലും അവതരിപ്പിക്കുകയാണല്ലേ, ഒരു ചർച്ചയാണത്. പല പ്രൊഫഷണൽസ് ഉൾപ്പെടുന്ന ഒരു ചർച്ചയാണ് ഒരു സെമിനാർ എന്ന് പറയുന്നത്. ഒരു സെമിനാർ എന്തെങ്കിലും ഒരു ടോപ്പിക് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു. എന്നാൽ വെബിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ്സൈറ്റിലൂടെയുള്ള ഇതാണ് കേട്ടോ. വെബ്സൈറ്റിൽ കൂടെയുള്ള കൂടിയാലോചന നടത്തുന്ന ഒരു സെമിനാറാണ്. വെബ്സൈറ്റിൽ കൂടെ നടത്തുന്ന സെമിനാറാണ് വെബിനാർ എന്ന് പറയുന്നത്. ഓക്കെ, വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർസ് ആൻഡ് ഇത് ഏത്? നെറ്റിൽ കൂടെയുള്ള തന്നെയല്ലേ അല്ലേ? ഇന്റർനെറ്റിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളാണ്. മെയിൽ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വീഡിയോ വോയിസ് ആൻഡ് വീഡിയോ കോൾസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അടുത്തത് ഫയലുകൾ ഷെയർ ചെയ്യാനും അതുപോലെ ഫയലുകൾ സ്റ്റോർ ചെയ്യാനുമുള്ള ഇതുണ്ട്, ക്ലൗഡ് സ്റ്റോറേജ് സർവീസ് ഉണ്ട്. പിന്നെ അടുത്തതാണ് വെബിനാർസ് ആൻഡ് ഓൺലൈൻ പ്രസന്റേഷൻ. വെബിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ്സൈറ്റിൽ കൂടെയുള്ള സെമിനാർ ആണ് വെബിനാർ എന്ന് പറയുന്നത്. Internet communication permit for the hosting of webinars and online presentation, where speakers can give out the content and interact with the participant in real time. യഥാ സമയത്ത് അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് അവിടെ എന്താണോ ആ ഒരു വെബിനാറിന്റെ കണ്ടന്റ് എന്താണോ അത് നമുക്ക് പരസ്പരം റിയൽ ടൈം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. ആ കണ്ടന്റ് പാർട്ടിസിപ്പൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. ആ വെബ്സൈറ്റിൽ കൂടെ ഓരോ വെബ്സൈറ്റുകളിൽ ഇത് ഒരു സൈറ്റ്, ഒരു ഓഫീസിന്റെ ആ ഒരു സൈറ്റിലേക്ക് എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? അവർ തമ്മിൽ ആ കണ്ടന്റ് അവർക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അല്ലെ? അതാണ് പ്ലാറ്റ്ഫോംസ് such as GoToWebinars and WebEx facilitate interactive online events which enable knowledge sharing, training section and product demonstration എന്നീ കാര്യങ്ങൾ ഇതിൽ കൂടെ പ്രാപ്തമാക്കുന്നു. നോക്കിയേ, എന്താ പ്ലാറ്റ്ഫോം? ഇത് ആ ഒരു വെബിനാർസിന്റെ ഒരു പ്ലാറ്റ്ഫോം ആട്ടോ. ഇതിൽ കൂടെ GoToWebinar, WebEx എന്ന് പറയുന്നത് ഓൺലൈൻ മീറ്റിംഗ് ആട്ടോ. തുടങ്ങിയ ആ ഒരു ഓൺലൈൻ ഇവന്റുകള് ഈ വെബിനാർസ് വഴി അല്ലെങ്കിൽ പ്രാപ്തമാക്കുന്നു. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടെന്ന്. പ്ലാറ്റ്ഫോം സച്ച് ആസ് GoToWebinar ആൻഡ് WebEx. WebEx എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിനുള്ള ആ ഒരു സംഭവം, ഒരു കാര്യം അനുവദിക്കുന്നു. Facilitate interactive online events which enable knowledge. അതിൽ കൂടെ എന്തൊക്കെയാ? നോളജ് ഷെയറിംഗ്, ട്രെയിനിങ് സെക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാപ്തമാക്കുന്നു. Overall, communicating through the internet offers a range of effective, convenient and dynamic method to link with others, share information and collaborate across distances. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് ഇഫക്റ്റീവ് അല്ലെ? മറ്റുള്ള ആളുകളുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യുന്നതിന് ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു കൺവീനിയന്റ്, സൗകര്യപ്രദമായിട്ടുള്ള, ഒരു ഡൈനാമിക് ആയിട്ടുള്ള അല്ലെ, ഒരു ചലനാത്മകമായിട്ടുള്ള നിരവധി കാര്യങ്ങള് ഈ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്യുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്ക് വളരെ സൗകര്യപ്രദമാണല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് അച്ഛനും അമ്മേനെ നമുക്ക് വീഡിയോ കോൾ വിളിക്കാൻ പറ്റല്ലേ?
വാട്സപ്പ് കോൾ വിളിക്കാറില്ലേ? അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വേണം അവരെ ഒന്ന് കാണണമെങ്കിൽ അല്ലേ? വീഡിയോ ഓഡിയോ കോളുകൾ പറ്റണേ നമുക്ക് ഇല്ലേ? അത് നമുക്ക് കൺവീനിയന്റ് അല്ലേ? നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഡൈനാമിക് ചലനാത്മകമായിട്ടുള്ള മെത്തേഡുകള് നമുക്ക് മറ്റുള്ള ആളുകളുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം ഈ ഇന്റർനെറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ the internet have brought people closer together, promoting global connectivity and breaking down barriers of the time and location. എന്ന് പറയുന്നു brought the people closer together. ആളുകളെ കുറച്ചും കൂടി അടുപ്പിക്കുന്നില്ലേ? അല്ലേ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് കോളേജ് മേറ്റ്സ് ഒക്കെ ആയിട്ട് ഗ്രൂപ്പ് വഴി അല്ലെ? നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. വാട്സപ്പ് കോളുകളും ഇപ്പൊ ഇതുപോലെ നമ്മളിപ്പോ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആളുകളെ തമ്മില് എന്താ കുറച്ചും കൂടി അടുപ്പ് ആക്കുന്നു അല്ലെ? അടുപ്പിക്കുന്നു. പീപ്പിൾ ക്ലോസർ ടുഗദർ, അവരെ കുറച്ചും കൂടി ക്ലോസർ ആക്കുന്നു. പ്രൊമോട്ടിംഗ് ഗ്ലോബൽ കണക്ടിവിറ്റി ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ വാരിയസ് ടൈം ആൻഡ് ലൊക്കേഷൻ. ഒക്കെ നമ്മുടെ സമയത്തിന്റെ ലൊക്കേഷന്റെ ഒക്കെ ബാരിയറിനെ ബ്രേക്ക് ചെയ്യുന്നു, തടസ്സങ്ങളെ തകർക്കുന്നു. ശരിയല്ലേ? നമുക്ക് പോണ സമയമൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എനിക്കിപ്പോ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കണ്ട് സംസാരിക്കാൻ പറ്റണല്ലേ? ആ പോണ്ട സമയം വേണ്ട, സ്ഥലം, ലൊക്കേഷൻ, ഇങ്ങനെയുള്ള തടസ്സങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നു ഈ ഇന്റർനെറ്റിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ബാരിയേഴ്സിനെയൊക്കെ തകർക്കുന്നു. സമയത്തിന്റെയും സ്ഥലത്തിന്റെയും തടസ്സങ്ങളൊക്കെ തകർക്കുന്നു. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? രണ്ട് സെന്റൻസ് ഒന്ന് നോക്കിയോ? ഫസ്റ്റത് Internet offers a range of effective, convenient and dynamic method to link with others. Information share ചെയ്യാൻ, collaborate ചെയ്യാൻ, ദൂരത്തിലുള്ള ആളുകളുമായിട്ടുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറാനും ഒക്കെ ഈ നെറ്റ് നമുക്ക് അങ്ങനെയുള്ളൊരു ഇത് ഓഫർ ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ്. പിന്നെ അതിനകത്ത് ആളുകളെ കുറച്ചും കൂടി ക്ലോസർ ആക്കുന്നു. ഈ സമയത്തിന്റെയും ആ ലൊക്കേഷന്റെയും ഒക്കെ തടസ്സങ്ങളെയും അത് മാറ്റുന്നു, തകർക്കുന്നു. ബ്രേക്കിംഗ് ഡൗൺ, ബ്രേക്ക് ചെയ്യുന്നു, അതിനെയൊക്കെ തടസ്സങ്ങളെയൊക്കെ തകർക്കുന്നു. അടുത്തതാണ് ഈ വെബ് ബ്രൗഷേഴ്സ്. വെബ് ബ്രൗഷേഴ്സ് നമ്മുടെ ഫോണിലില്ലേ? പല ബ്രൗഷേഴ്സ് ഇല്ലേ? അല്ലേ? ഗൂഗിൾ ക്രോമില്ലേ? മോസില്ല ഫയർബോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് തുടങ്ങിയ വെബ് ബ്രൗഷറുകള്. Browsers are a software application that make the users able to evaluate, navigate the world wide web. ലോകവ്യാപകമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ്? സോഫ്റ്റ്വെയർ ആണ്. ക്രോം ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറില്ലേ? ഗൂഗിൾ ക്രോം അല്ലേ? അതിനകത്ത് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഇവിടെ ഉണ്ട്, താഴെ പറയുന്നുണ്ട്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർബോക്സ്, ഇതൊക്കെ വെബ് ബ്രൗഷേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. വെബ് ബ്രൗഷേഴ്സ്. ഓക്കെ. Web browsers are software application that make users able to evaluate and navigate the world wide web. www, the world wide web. Short ചെയ്തൊന്ന് എഴുതിക്കോട്ടോ. www, world wide web. വേൾഡ് വൈഡ് വെബിനെ നമ്മൾ അസസ് ചെയ്യാൻ, വിലയിരുത്താനും നാവിഗേറ്റ് ചെയ്യാനും യൂസേഴ്സിനെ പ്രാപ്തമാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. They provide a graphical user interface for the individual to interact with the website. വെബ്സൈറ്റ് ഉപയോഗിക്കാറില്ലേ? സൈറ്റ് ഓരോ നിങ്ങളിപ്പോ പി എസ് സിയുടെ സൈറ്റിലല്ലേ കയറുന്ന? വെബ്സൈറ്റ് കയറിയിട്ടല്ലേ നിങ്ങൾ അവിടെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഒക്കെ അപ്ലൈ ചെയ്തിടുന്നത്? നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം അല്ലെ?
വെബ്സൈറ്റുകൾ വഴി നമുക്ക് എന്താണ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെർച്ച് ഫോർ ഇൻഫർമേഷൻ, എന്തെങ്കിലും വിവരങ്ങള്, ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം, നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറിയാൽ മതി, നമുക്ക് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ പറ്റും, വിവരങ്ങള് അന്വേഷിക്കാൻ. ആൻഡ് കൺസ്യൂം ഓൺലൈൻ കണ്ടന്റ്, നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടത് അത് നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയേ, ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്. ഗൂഗിൾ ക്രോമില്ലേ, ഫോണിലില്ലേ, രണ്ടുണ്ടല്ലോ, രണ്ടാക്കും എടുത്തിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ ഫോണില്. നമ്മൾ ഈ ഗൂഗിൾ ക്രോമിനെ അപേക്ഷിച്ചിട്ട് അടക്കമുള്ള മറ്റ് ബ്രൗസേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഡേറ്റാസ് സെക്യൂർ ആയിട്ടും നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു എന്താണ് ബ്രൗസിംഗ് ആണ് ഈ മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത്. അത് രണ്ടും വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചവിടെ. Here are some important points about the web browsers. വെബ് ബ്രൗസേഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്? അതെ, യൂസർ ഇന്റർഫേസ്. എന്താ, നമുക്ക് യൂസേഴ്സിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഒരു എളുപ്പമുള്ളതാണ് അല്ലെ. ഓക്കെ, web browsers extend a user-friendly interface with aspects like address bars, bookmark, and navigation button. എന്നീ പോലുള്ള യൂസർ ഫേസ് ഇന്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ വെബ് ബ്രൗസേഴ്സിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നാമത്തെ യൂസർ ഇന്റർഫേസ്. ഈ യൂസേഴ്സിന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ട് തന്നെ ഇത് എന്താ പറയാ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ അതാ പറഞ്ഞേ www.keralapsc.gov.in ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ PSCയുടെ എല്ലാ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് എന്താ പറയാ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. They permit users to get into website addresses or search queries and exhibit the requested web pages is a visually appealing format. നമുക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയില് അല്ലെ, നമുക്ക് നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് URLs ഒന്ന് കൊടുക്കേണ്ട, അത് യൂണിഫോം UNIFORM അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തോ. UNIFORM യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ജസ്റ്റ് ഒന്ന് അതിന്റെ നോക്കി അറിയട്ടെ എന്തൊക്കെയാന്നുള്ളത്. രണ്ടാമത്തെയാണ് rendering web pages. Browsers utilize rendering engines to explain and display the web content. ഒരു വെബിലെ കണ്ടന്റ്, ഒരു വെബ്സൈറ്റിലുള്ള കണ്ടന്റ് വിഷ്വലി നമുക്ക് അപ്പീലിംഗ് ആയ രീതിയിൽ യൂസേഴ്സിന് മുന്നിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. റെൻഡറിങ് വെബ് പേജസ്, വെബ് പേജുകള് വിഷ്വലി അപ്പീലിംഗ് ആയ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അടുത്തതാണ് ടാബ്ഡ് ബ്രൗസിംഗ്. Tabbed browsing is an accepted feature in web browsers that permit users to open multimedia web pages within a single browser window. എന്താ, നമുക്ക് ഈ ഒന്നിലധികം പേജുകള് നമുക്കൊരു സിംഗിൾ വിൻഡോ, ഇപ്പൊ നമ്മള് ഈ നെറ്റ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് ഇപ്പൊ PSCയുടെ സൈറ്റിൽ നമ്മൾ കയറി അത് നോക്കുകയാണെങ്കിൽ ആ സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിടാൻ പറ്റൂലേ അല്ലേ? ഇപ്പൊ PSCയുടെ സൈറ്റിൽ കയറി നമ്മൾ സെർച്ച് ചെയ്യണം, ആ ടൈമിൽ തന്നെ നമുക്ക് മനോരമ ഓൺലൈനിന്റെ വേണമെങ്കിൽ ടാബ് നമുക്ക് ഇതാക്കിയിടാം. അതാണ് മൾട്ടിറ്റ്യൂഡ്, പെർമിറ്റ് യൂസേഴ്സ് ടു ഓപ്പൺ മൾട്ടിറ്റ്യൂഡ് വെബ് പേജസ്. ഒന്നിലധികം പേജുകള് നമുക്ക് ഈ ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ടാബ്ഡ് ബ്രൗസിംഗ് നമുക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ അനുവദിക്കുന്നു. നമ്മളിപ്പോ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റൂലേ? ഇല്ലേ? ചിലര് ഹെഡ്സെറ്റ് ഒക്കെ ചെവിയിൽ വെച്ച് പാട്ടൊക്കെ കേട്ടോണ്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്.
ഒന്നിലധികം വെബ് പേജുകള് അത് പെർമിറ്റ് ചെയ്യുന്നു, അനുവദിക്കുന്നുണ്ട്. അതാണ് ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അവിടെ. Tabbed browsing is an accepted feature in web browsers that permit users to open multiple web pages. ഒന്നിലധികം വെബ് പേജുകൾ ഓപ്പൺ ചെയ്യാൻ within a single browser window. Then bookmark and history. Browsers make users able to bookmark their most liked website for quick access. They also keep a browsing history, permitting users to revisit formerly visited web page. നമുക്കിപ്പോ ഈ എന്താ പറഞ്ഞേക്കുന്നത്, ബുക്ക്മാർക്ക് നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറണമെങ്കിൽ ബുക്ക്മാർക്ക് അത് ഈ ബ്രൗസേഴ്സിലൂടെ സാധ്യമാക്കുന്നു. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ബ്രൗസിംഗ് ഹിസ്റ്ററി ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുമ്പുള്ള ആ പേജിലേക്ക്, വെബ് പേജിലേക്ക് നമുക്ക് റീവിസിറ്റ് ചെയ്യാനും അനുവദിക്കുന്നു. പെർമിറ്റിംഗ് യൂസേഴ്സ് ടു റീവിസിറ്റ് ഫോർമർലി വിസിറ്റഡ് വെബ് പേജ്. ഇതിന് മുന്നേ നമ്മൾ വിസിറ്റ് ചെയ്ത വെബ് പേജ്, ആ പേജിലേക്ക് റീവിസിറ്റ് ചെയ്യാനും ഈ ടാബ്ഡ് ബ്രൗസിംഗ് ആ ഒരു ഇത് അനുവദിക്കുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തേ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അടുത്തതാണ് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ഇത് വളരെ സെക്യൂർ ആണ്, നമുക്കൊരു പ്രൈവസിയും തരുന്നുണ്ട്. Web browsers give priority to security and privacy features. എന്തിനു മുൻഗണന തരുന്നുണ്ട്? നമുക്ക് സെക്യൂരിറ്റി, സുരക്ഷയ്ക്ക്, and privacy features to protect user data and provide a secure browsing experience. നമുക്ക് യൂസേഴ്സിന്റെ ഡാറ്റ, ബ്രൗസിംഗ് എക്സ്പീരിയൻസ്, ഇതൊക്കെ നമുക്ക് എന്താ സെക്യൂർ ആയിട്ട് സുരക്ഷിതമാക്കി വെക്കാനുള്ള ഒരു സെക്യൂരിറ്റി പ്രൈവസി ഫീച്ചറും തരുന്നുണ്ട്. അതൊക്കെയാണ് വെബ് ബ്രൗസേഴ്സിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്. യൂസർ ഇന്റർഫേസ് ആണ്, റെൻഡറിംഗ് വെബ് പേജസ്. ഈ വെബ് പേജ് നമുക്ക് എന്താ പറയാ, നമുക്ക് യൂസേഴ്സിന് മുന്നിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ടാബ്ഡ് ബ്രൗസിംഗ്, അതായത് നമുക്ക് യൂസറിനെ ഒന്നിലധികം വെബ് പേജുകൾ ഒരു ഷീറ്റില്, ഒരു സിംഗിൾ ബ്രൗസർ വിൻഡോയില് ഓപ്പൺ ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. സെക്യൂരിറ്റി, പ്രൈവസി തരുന്നുണ്ട്. ആ 4 പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ ടാബ്ഡ് ബ്രൗസിംഗ് എന്താണെന്നുള്ളതും അതിനൊന്ന് നോക്കി വെച്ചേക്കും. അടുത്തതാണ് പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് കൺസിസ്റ്റ് ഓഫ്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ആ പേരുകൾ മാത്രം പഠിക്കാം. ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെബ് ബ്രൗസേഴ്സ്? ഗൂഗിൾ ക്രോം, മോക്സില ഫയർബോക്സ്, ആപ്പിൾ സഫാരി, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഓപ്പറ. ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. വെബ് ബ്രൗസേഴ്സ്, പ്രധാനപ്പെട്ട വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണുള്ളത് അണ്ടർലൈൻ ചെയ്തോ. പോപ്പുലർ വെബ് ബ്രൗസേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഗൂഗിൾ ക്രോം ഉണ്ട്, മോസില ഫയർഫോക്സ് ഉണ്ട്, ആപ്പിൾ സഫാരി ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ആൻഡ് ഓപ്പറ. Then users have the flexibility to select the browser that best suit their preferences, needs and platform of choice. യൂസേഴ്സിന് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച്, എനിക്ക് ഏതാണോ പ്രിഫറൻസ്, മുൻഗണന എല്ലാം കൊടുക്കേണ്ടത്, അവരുടെ മുൻഗണനകൾക്കും അവരുടെ നീഡ്സ്, ആവശ്യങ്ങൾക്കും അവർ തെരഞ്ഞെടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകള് അതനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രൗസർ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് യൂസേഴ്സിന്. Users have a flexibility. എന്തിന്? To select the browsers തിരഞ്ഞെടുക്കാൻ. എങ്ങനെ? That best suit their preference. അവരുടെ മുൻഗണനകൾക്ക്, ആവശ്യങ്ങൾക്ക്, അവരുടെ ചോയ്സ്, തിരഞ്ഞെടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോം അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സെലക്ട് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി യൂസേഴ്സിന് ഉണ്ട്. അതിനകത്ത് ആ വെബ് ബ്രൗസേഴ്സിൽ വന്നത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചേരാ കേട്ടോ.
നെക്സ്റ്റ് ഫയർഫോക്സിന്റെ ആണ്, മോസില്ല ഫയർഫോക്സിന്റെ ആണ് ആ ഒരു ഇത് കാണിച്ചേക്കണേ. ഇങ്ങനെയുള്ള സിമ്പിള് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫോണില് അല്ലേ? ഗൂഗിളിന്റെ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യണല്ലേ ഗൂഗിളൊക്കെ. വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ഓൺലൈൻ സെക്യൂരിറ്റി, ഓൺലൈൻ സുരക്ഷ. നമ്മൾ ഇത്രയും ഫോണുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, നെറ്റ് ഒക്കെ യൂസ് ചെയ്യണു, അതിനെന്താ ഒരു സെക്യൂരിറ്റി വേണം അല്ലേ? സെക്യൂരിറ്റി വേണ്ടേ? നമ്മുടെ ഇപ്പൊ ആരെങ്കിലും ഹാക്കേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ സൈറ്റിലൊക്കെ കയറി എങ്ങനെയെങ്കിലും നമ്മുടെ മെയിൽ ഐഡിയോ പാസ്വേഡ് ഒക്കെ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ അവര് ഇതാക്കാം. നമ്മൾ ഇത്രയും ഗുണങ്ങൾ പറയുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ദോഷങ്ങളും ഉണ്ട് അവിടെ അല്ലെ? അതാണ് ഇനി അടുത്ത് പറഞ്ഞേക്കണേ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ഓൺലൈൻ സെക്യൂരിറ്റി ത്രീറ്റ്, ത്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണികൾ. എന്താന്ന് നോക്കിയേ, ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ് refers to numerous risks and vulnerabilities that can compromise the security of individuals, organization and the system when using the internet. നമ്മൾ ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തികളുടെയും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ ഓർഗനൈസേഷന്റെയും സിസ്റ്റങ്ങളുടെയും ഒക്കെ സുരക്ഷയെ ഭേദിക്കാവുന്ന നിരവധി അപകട സാധ്യതകളുണ്ട് അല്ലെ? ആ അപകട സാധ്യതകളും കേടുപാടുകളെയും ആണ് ഓൺലൈൻ സെക്യൂരിറ്റി ത്രീറ്റ്, ഓൺലൈൻ സെക്യൂരിറ്റി ഭീഷണികള്. ത്രെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭീഷണികള്. ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് അതായത് ഭീഷണി എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് വൾനറബിൾ എന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ പറ്റുന്ന വൾനറബിലിറ്റീസ്, ഭേദിക്കാൻ പറ്റുന്നത്, ധാരാളം അപകടങ്ങളും നമ്മുടെ സെക്യൂരിറ്റിനെ ഭേദിക്കാൻ പറ്റുന്നത് ഇൻഡിവിജ്വലിന്റെ ആയിക്കോട്ടെ ഒരു ഓർഗനൈസേഷന്റെ ആയിക്കോട്ടെ അല്ലെ? ഇങ്ങനെയുള്ള അപകടങ്ങളെ അതിനെയൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതും നമ്മുടെ സെക്യൂരിറ്റിനെയൊക്കെ അതിനെയൊക്കെ ഭേദിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കേടുപാടുകളെയൊക്കെയാണ് ഏതെന്ന് പറയുന്നത് ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു കേട്ടോ. Here are some common online security threats. നമ്മൾ കോമൺ ആയിട്ടുള്ള ചില ഓൺലൈൻ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഭീഷണികളാണ് ഈ പറയുന്നത്. ഫസ്റ്റത്തെ ആണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ, MALWARE. മാൽവെയർ കേട്ടിട്ടുണ്ടോ? മാൽവെയറിന് മാൽവെയർ സോഫ്റ്റ്വെയർ, ഷോർട്ട് ഫോം ഓർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. മാൽവെയറിന് എന്താ ഷോർട്ട്, എന്തിന്റെ ഷോർട്ടാ? ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയറിന്റെ ഷോർട്ട് ആണ് മാൽവെയർ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് വൈറസസ്, വോംസ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഏതൊക്കെയാന്നുള്ളത്. ഏതൊക്കെയാ? കൺസിസ്റ്റ് ഓഫ് വൈറസസ്, വൈറസുകള് കമ്പ്യൂട്ടറില് ഫോണില് ഇതൊക്കെ നമ്മൾ വൈറസ് കയറി എന്ന് പറയും അല്ലെ? അതായത് അതിനെ ചീത്തയാക്കാൻ പറ്റുന്നതാണ് അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ചീത്തയാക്കാൻ പറ്റുന്നതാണ് വൈറസസ്. വോംസ്, ട്രോജൻസ്. കമ്പ്യൂട്ടർ വൈറസിന് കൊടുത്തേക്കുന്ന ഒരു പേരാട്ടോ ട്രോജൻസ് എന്ന് പറയുന്നത്. ട്രോജൻസ് കമ്പ്യൂട്ടർ വൈറസിന് കൊടുത്തേക്കുന്ന പേരാണ് ട്രോജൻസ്. ransomware and spyware. ransomware, spyware. ഇതിനകത്ത് വന്ന മാൽവെയറിൽ വരുന്നതാണ് കേട്ടോ. മാൽവെയർ ഷോർട്ട് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട്? വൈറസസ്, വോംസ്, ട്രോജൻസ്, ransomware and spyware. Malware is outlined to damage or attain unauthorized entry to a system, steal sensitive information or damage normal computer operations. അതായത് നമ്മുടെ ഒരു ഡിവൈസിനെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെയോ ഹാം ചെയ്യാൻ, അതിനെ ദോഷകരമാക്കാൻ വേണ്ടി, ഹാം ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് മാൽവെയർ എന്ന് പറയുന്നത്.
എന്തിനാ? നമ്മുടെ ആ സിസ്റ്റത്തിനെയൊക്കെ എന്തെങ്കിലും കേടുപാട് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഏതൊരു സോഫ്റ്റ്വെയർ ആണോ നമുക്ക് ഹാമായിട്ട് എഫക്ട് ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയറിനെയാണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യും? ഈ മാൽവെയർ, ഈ വൈറസുകൾ, റിവോൾസ്, ട്രോജൻസ്, റാൻസംവെയർ, സ്പൈവെയർ, ഇതൊക്കെ കമ്പ്യൂട്ടർ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഡിവൈസ് ഇല്ലേ, ആ ഡിവൈസിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഈ മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. മാൽവെയർ malicious software consists of, അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് ഏതൊക്കെയാ വരുന്നത് മാൽവെയറില്? വൈറസസ്, വോംസ്, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ. ഇതെന്താണ്? ഈ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഇല്ലേ, അതിനെ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഡിവൈസിനെ ഡാമേജ് ആക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇതാണ് മാൽവെയർ എന്ന് പറയുന്നത്. is outlined to damage or obtain unauthorized entry to a system, steal sensitive information or damage normal computer operations. അത് ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ, അത് നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഡാമേജ് ആക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിനെ കേടുപാട് വരുത്തുന്നു. പിന്നെ നമുക്ക് അനുമതി ഇല്ലാതെ ആ സിസ്റ്റത്തിലേക്കുള്ള പ്രവേശനം അതും സാധ്യമാക്കുന്നു. അതായത് കമ്പ്യൂട്ടറിലുള്ള ആ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഇല്ലേ, അതിനെ ഡാമേജ് ആക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ് മാൽവെയർ എന്ന് പറയുന്നത്. മാൽവെയർ ഒരു ഡിവൈസിനെയോ അല്ലെങ്കിൽ നമ്മളൊരു നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയൊക്കെ ഹാം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ദോഷമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതില്ലേ ഡിവൈസ്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇത്? മാൽവെയറിന് വൈറസുകളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ കയറി നമ്മുടെ ഇത് ഡാറ്റാസ് ഒക്കെ പോയി അല്ലെ, നമ്മുടെ സോഫ്റ്റ്വെയർ അതിന്റെ ഇതൊക്കെ പോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ മാൽവെയറിലും വരുന്നതാണ് വൈറസുകള്, ബോംസ്, ട്രോജൻസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസിന് കൊടുത്തേക്കുന്ന ഒരു പേരാണ് ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ എന്ന് പറയുന്നത്. വൈറസ് എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ മാൽവെയറിൽ വരുന്ന കാര്യമാണ്. വൈറസുകൾ വരാം, ബോംസ് വരാം, ട്രോജൻസ്, റാൻസംവെയർ ആൻഡ് സ്പൈവെയർ. മാൽവെയർ എന്ന് പറഞ്ഞ എന്താ? ഈസ് ഔട്ട്ലൈൻഡ് ടു ഡാമേജ് ഓർ അറ്റൈൻ അൺഓതറൈസ്ഡ് എൻട്രി ടു ദ സിസ്റ്റം. നമുക്ക് അനുമതി ഇല്ലാതെ ഇപ്പൊ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് അത് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് ഡാമേജ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത് കേട്ടോ. സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ, നമ്മുടെ വിലപ്പെട്ട വിവരങ്ങളില്ലേ അതിനെയൊക്കെ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ നോർമൽ പ്രവർത്തനങ്ങളെയൊക്കെ ഡാമേജ് വരുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മാൽവെയർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് PHISHING. Phishing involves deceitful attempt. Deceitful എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചനാപരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണത്. To deceive users into providing sensitive information like a password, credit card detail or personal data. ഇപ്പൊ നമ്മുടെ ഡേറ്റകളിലൊക്കെ തെറ്റ് വരുത്തി നമുക്ക് ഈ എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് ചില ഫോൺ കോളുകള് കാര്യങ്ങളൊക്കെ നമ്മുടെ പാസ്വേഡുകള് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഇന്ന ആളാന്ന് പറഞ്ഞോണ്ടോ ഒക്കെ നമ്മുടെ ഈ ഇതൊക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് ഇൻവോൾവ്സ് ഡിസീറ്റ്ഫുൾ അറ്റംപ്റ്റ്. വഞ്ചനാപരമായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്.
ടു ഡിസീവ്. ഡിസീവ് എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. ആരെ? യൂസേഴ്സിനെ അത് ഉപയോഗിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന ഒരു അറ്റംപ്റ്റ് ആണ്. എന്ത് ചെയ്യുന്നു? പ്രൊവൈഡിങ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലൈക്ക് പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഓർ പേഴ്സണൽ ഡേറ്റ. Phishing attacks often take the form of deceitful email, websites, or messages that intimate legitimate entities, tricking users to revealing their information. User ID-യും പാസ്വേഡ് ഒക്കെ ഇല്ലേ, നമ്മൾ അറിയാതെ തന്നെ എന്താണ് ഹാക്കേഴ്സ് ഈ ക്രിയേറ്റ് ചെയ്ത നമുക്ക് അറിയാൻ പാടില്ല. ചിലപ്പോ അവർ തെറ്റായിട്ടുള്ള ഒരു സൈറ്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അപ്പൊ നമ്മൾ അറിയാതെ ആ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ഇതുപോലെ പാസ്വേഡുകളോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹാക്കേഴ്സ് അതിൽ കയറിയിട്ട് അങ്ങനെയുള്ള ഫ്രോഡ് പരിപാടിയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ തന്നെ ഹാക്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൽ കൂടി യൂസർ ഐഡിയും പാസ്വേഡും അതൊക്കെ മോഷ്ടിക്കുന്ന ഒരു ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ പാസ്വേഡുകള് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വിശദാംശങ്ങള് പോലുള്ള നമ്മുടെ വിവരങ്ങള് നൽകുന്നതിന്. അപ്പൊ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റിൽ കയറി നമ്മുടെ വിവരങ്ങളൊക്കെ നമ്മൾ കൊടുക്കൂലേ? അങ്ങനെ യൂസേഴ്സിനെ കബളിപ്പിക്കാനുള്ള വഞ്ചനാപരമായിട്ടുള്ള ശ്രമങ്ങളെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മളറിയാതെ, നമുക്കിത് അറിയില്ല എന്താന്ന്, നമ്മളറിയാതെ ഹാക്കേഴ്സ് ഇല്ലേ, നമ്മൾ ഹാക്ക് ചെയ്യുന്ന ഹാക്കേഴ്സ് അവരൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മളറിയാതെ ആ വെബ്സൈറ്റിൽ നമ്മുടെ പാസ്വേഡുകളാ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റയൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ ആ യൂസേഴ്സിനെ കബളിപ്പിക്കുന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. കണ്ടോ? ഇത് ചിലപ്പോ ഇവിടെ തന്നെയുണ്ട്. ഫിഷിംഗ് അറ്റാക്സ് ഓഫൺ ടേക്ക് ദ ഫോം ഓഫ് ഇമെയിൽസ്. ഡെസിപ്പിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ വഞ്ചനാപരം, തെറ്റായിട്ടുള്ള ഇമെയിലുകൾ കൊടുത്ത് നിങ്ങൾ ആ മെയിലിൽ കയറി നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അത് തെറ്റായിട്ടുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഓർ മെസ്സേജസ് ദാറ്റ് ഇമിറ്റേറ്റ് ലെജിറ്റിമേറ്റ് എൻറ്റിറ്റീസ്. നിയമാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങളെ അനുകരിക്കുന്ന രീതിയിലുള്ള മെസ്സേജ്. ഇന്ന സ്ഥാപനത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു മെസ്സേജ്, അങ്ങനെ ട്രിക്കിംഗ് യൂസേഴ്സ് റിവീലിംഗ് ദർ ഇൻഫർമേഷൻ. അങ്ങനെ ഒരു മെസ്സേജിന്റെ രീതിയിൽ നമ്മളെ കബളിപ്പിച്ചിട്ട് നമ്മുടെ ഇൻഫർമേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടോ? അത് യൂസേഴ്സിനെ കബളിപ്പിച്ചുകൊണ്ട് തന്നെ അവരറിയാതെ തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ ആ വിവരങ്ങള് ഹാക്ക് ചെയ്തെടുക്കുന്നതിനാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. രണ്ടെണ്ണം പറഞ്ഞത്, മാൽവെയറും ഫിഷിംഗ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചത് കേട്ടോ. നിങ്ങൾക്ക് മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിപ്പോ ക്ലാസ്സിന്റെ കാര്യം ഇവിടെ പറയണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇതങ്ങോട്ട് തീർന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ് കിട്ടുവാണെങ്കിൽ ഞാൻ ഒന്ന് റിവൈസ്, നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളും കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നില്ലേ, റിവൈസ് ചെയ്തില്ലേ? അതുപോലെ നമുക്ക് തേർഡ് ഫോർത്ത് മോഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ചാപ്റ്റർ വൈസ് ഒന്ന് നോക്കി പോകാം കേട്ടോ. ഇനി നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. Okay, for next class. Okay, thank you.